എത്ര പെട്ടെന്നാണല്ലേ നാളുകൾ കടന്നു പോകുന്നത്. അതെ, അങ്ങനെ ഞങ്ങളുടെ മീഡിയയുടെ ചോറൂണ് ദിവസമായി. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ചോറൂണ് നടത്തിയത്. നമ്മുടെ ചെറിയ ഫാമിലി അടങ്ങുന്ന കുറച്ച് പേര് മാത്രമാണ് ചോറൂണിന് പങ്കെടുത്തത്. ഭഗവാന്റെ നടയിൽ ആദ്യമായിട്ട് പോയി തൊഴുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഒരു 5-ാം മാസം പ്രഗ്നൻ്റ് ആയതിന് 5-ാം മാസത്തിന് ശേഷം ഞാൻ പിന്നെ ഇവളുടെ ചോറൂണ് ദിവസമാണ് എൻ്റെ ഭഗവാനെ ഒന്ന് പോയി കണ്ടത്. അപ്പോൾ അതിൻ്റെ സന്തോഷം, പിന്നെ ഇവൾക്ക് അവിടെ തന്നെ ചോറ് കൊടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം, എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു ഞാൻ. ഇതവളുടെ വാവക്കുട്ടിയുടെ കുഞ്ഞാണ്. പിന്നെ ഞങ്ങൾ ഭഗവാന്റെ തിരുനടയിൽ വെച്ചിട്ടാണ് ചോറൂണ് ചടങ്ങ് നടത്തിയത്. ഉപ്പും മുളകും ചോറും പായസവും ഒക്കെ ചേർന്നിട്ട് വാഴയിലയിൽ ഭഗവാന്റെ തിരുനടയിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് തീർത്ഥം തന്നു, അത് വാവയ്ക്ക് കൊടുക്കണം. പിന്നെ കുറി തൊടിച്ചു. ആദ്യമായിട്ടാണ് നമുക്ക് കുറിയൊക്കെ തൊടിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ചോറ് അച്ഛൻ വായിൽ വെച്ച് കൊടുക്കണം ആദ്യമായിട്ട്. പിന്നെ ഇവർക്ക് 6 മാസം തികഞ്ഞിട്ടില്ല. 6 മാസത്തിന് ഒരു 7-8 ദിവസം മുന്നെയാണ് ചോറൂണ് നടത്തിയത്. അത് ചിലവർക്ക് അറിയായിരിക്കും, അറിയാത്തവരും കാണും. 6 മാസത്തിനകം ചോറൂണ് നടത്തണം എന്നാണ്, 182 ദിവസത്തിനകം ചോറൂണ് നടത്തണം എന്നാണ്. അപ്പോൾ അങ്ങനെ അതനുസരിച്ചാണ് നമ്മളിവൾക്ക് ചോറ് നൽകിയത്. കണ്ടോ, ചെറിയ പുളിയും അതിൻ്റേതായിട്ടുള്ളൊരു എരിവിൻ്റെയൊക്കെ ഉള്ളൊരു ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അവൾ. എങ്കിലും ആദ്യമായിട്ടൊരു അതിൻ്റെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. കുറച്ച് നേരമൊക്കെ കരഞ്ഞു, പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. അവൾ നന്നായിട്ട് പിന്നെ അമ്പലവും ഒക്കെ കണ്ടതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അതിനുശേഷം അവൾക്ക് തുലാഭാരം ഉണ്ടായിരുന്നു. തുലാഭാരത്തിന് കദളിപ്പഴമാണ് നമ്മൾ എടുത്തത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കദളിപ്പഴം. അങ്ങനെ നമ്മൾ കദളിപ്പഴം കൊണ്ട് തന്നെ വാവയ്ക്ക് തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. പിന്നെ 3 ക്ഷേത്രത്തിലായിരുന്നു ചോറൂണ് ഒരു ദിവസമായിട്ട് നടത്തിയത്. ഇവിടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പിന്നെ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പിന്നെ ശ്രീ ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിലുമാണ് വാവയ്ക്ക് തുലാഭാരവും ചോറൂണും നടത്തിയത്. തുലാഭാര സമയത്ത് തന്നെ എന്താണ് അവൾ കരഞ്ഞൊന്നുമില്ല. ഞാൻ കരയുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അവളിങ്ങനെ നോക്കി അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നു. ചിക്കുടൻ്റെ കയ്യിൽ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് അവൾ തുലാഭാര തട്ടിൽ കൊണ്ട് കിടത്തിയത്. അപ്പം നമുക്കൊരു എല്ലാം കണ്ടൊരു അത്ഭുതം, ഇതെന്താ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു അവൾ ഇത് നോക്കിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉദയന്നൂർ നടത്തിയപ്പോഴത്തേക്കും നമ്മൾ ഈ തുലാഭാര തട്ട് കറക്കുന്ന ടൈമിൽ ഇവൾ കരഞ്ഞായിരുന്നു. അല്ലാണ്ട് തുലാഭാരം നടത്തിയപ്പോഴൊന്നും കരഞ്ഞിട്ടില്ല. പിന്നെ ഓരോരുത്തരുമായിട്ട് ഫോട്ടോസ് എടുത്തു. ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ. അങ്ങനെ എല്ലാം തന്നെ വളരെ മംഗളമായിട്ട് നടന്നു.